ഉള്ള സമയം നമ്മൾ അല്പസമയം തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ തീം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യമാണ്. ജോൺ 1:16 ഒന്ന് ഡിസ്പ്ലേ ഇട്ടേക്കണമേ. ജോൺ 1:16 ആണ് നമ്മൾക്ക് ലഭ്യമായിരിക്കുന്നത് കുറിവാക്യം. ഏകദേശം 6 മാസം ഞാൻ വാച്ച് നൈറ്റ് സർവീസിൽ അത് പറയുവാനിടയായി തീർന്നു. 6 മാസത്തോളവും ആയി ഞാൻ ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. സ്വർഗത്തിലെ ദൈവം അത് നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷം വലിയ മാറ്റങ്ങൾ അങ്ങനെ പിന്നെ വരുത്തിയില്ല. കഴിഞ്ഞ വർഷം നമുക്ക് ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ളത് എനിക്ക് ലഭ്യമായത് ഫാസ്റ്റിംഗ് പ്രെയറും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ്. അതിനു മുമ്പിലത്തെ വർഷം ലഭ്യമായത് പിന്നെ 2-3 വാക്യങ്ങളുടെ കൂടെയൊക്കെ കർത്താവ് എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. പക്ഷേ ഈ പ്രാവശ്യം വളരെ ഉറപ്പോട് തന്നെ ഈ വാക്യത്തിൽ നിൽപ്പാനിടയായി തീർന്നു. വാക്യങ്ങളെ ലഭ്യമായതിനു ശേഷം ഞങ്ങൾ കുടുംബത്തിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇനി മുതൽ ദൈവസഭയിലെ അല്ലെങ്കിൽ നമ്മളുടെ ദൈവസഭകളിൽ ശുശ്രൂഷിക്കുന്നിടത്തെല്ലാം ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ഈ വാക്യങ്ങൾ അവിടെ അവരറിയാതെ അവരുടെ നാവുകളിലൂടെ പുറത്തു വരണം. ഞങ്ങൾ ദൈവസന്നിധിയിൽ ഒരു അടയാളമായി വെക്കാറുണ്ട്. അത് ഉറപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ വർഷം ലഭ്യമായിരിക്കുന്ന നമ്മുടെ അർത്ഥവാക്യമാണ് കൃപമേൽ കൃപ. കൃപമേൽ കൃപ, കൃപയല്ല, കൃപമേൽ കൃപ. അപ്പോൾ കൃപമേൽ കൃപ എന്ന് പറയുമ്പോൾ അത് ഒന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. സാവകാശമാണ് പോകുന്നത്. നിങ്ങൾ ഹൃദയത്തിൽ ഇതിന് ഉൾക്കൊണ്ട് പോകണമേ. കൃപയുടെ മേൽ കൃപ, അങ്ങനെ പറയാം. കൃപമേൽ കൃപ, കൃപയുടെ മേൽ കൃപ. അപ്പൊ കൃപയുടെ മേൽ കൃപ. അപ്പൊ ഒന്ന് യോഹന്നാന്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? 15-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചത്, എൻ്റെ പിന്നാലെ വരുന്നവൻ മതി. അവൻ്റെ ഇനി ഒന്ന് പറഞ്ഞു പോകാം. അവൻ്റെ നിറവിൽ നിന്ന് വായിച്ചോ നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവിടെ ഒന്ന് നിൽക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങൾ, യേശുക്രിസ്തുവിലാണ് ഈ കൃപ നിറയപ്പെട്ടത്. യേശുവിലാണ് ഈ കൃപ നിറയപ്പെട്ടത്. നമുക്കറിയാം, തിരുവചനത്തിൽ ഇങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ കാണുന്നു, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. നിറയപ്പെട്ട ദൈവകൃപയിൽ നിന്ന് സത്യസഭ ആയിരിക്കുന്ന നമ്മൾക്ക്, അല്ലെങ്കിൽ വിശുദ്ധ സഭയായിരിക്കുന്ന നമ്മൾക്ക്, അവൻ്റെ മണവാട്ടി എന്നുള്ള നിലയെ അറിയപ്പെടുന്ന ദൈവസഭയ്ക്ക്, തിരുസഭയ്ക്ക് ദൈവത്തിൻ്റെ നിറവിൽ നിന്ന് അവൻ നമ്മൾക്ക് പകരുകയാണ്. അവിടെ നിറവുന്മേൽ നിറവെന്നല്ല പറഞ്ഞത്, ആ നിറവിൽ നിന്ന് കൃപ പകരട്ടെ എന്നല്ല, അവൻ്റെ ആ നിറവിൽ നിന്ന് നിങ്ങളുടെ മേൽ കൃപ മേൽ കൃപ പകരുകയാണ്. ഒന്ന് കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കൃപ മേൽ കൃപ, അതായത് ഒരു കൃപയുടെ മേലെ ഒരു കൃപയും കൂടെ കയറിയിരിക്കുക. നമ്മൾ നാട്ടിൽ കാണാത്തതാണ്. ഇവിടെ വന്ന് നാട്ടിൽ ചിലയിടത്തുണ്ട്. ഡബിൾ ഡെക്കർ ബസ് കണ്ടിട്ടുണ്ട് നമ്മൾ. ഡബിൾ ഡെക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവരൊന്ന് കരം ഉയർത്തിക്കേ. കണ്ടിട്ടുണ്ട് എല്ലാവരും അല്ലേ? ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിട്ടുള്ളവരൊന്ന് കരം ഉയർത്തിക്കേ. നിങ്ങൾ വാസ്തവമായിട്ട്, ഞാൻ നിങ്ങളെ കൊണ്ടൊന്ന് വേറെ ചെയ്യിക്കാനൊന്നുമല്ല, കയറിയിട്ടുണ്ട് ഡബിൾ ഡെക്കർ ബസ്സിൽ. അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ബസ്സിൻ്റെ സ്റ്റെപ്പിലോട്ട് കയറുമ്പോൾ അറിയാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ടോപ്പിൽ കയറണമെന്ന്, ഇതിൻ്റെ മേളത്തെ നിലയിൽ കയറണമെന്ന് അല്ലേ? താഴെ നമ്മൾ സാധാരണ വണ്ടിയിൽ കയറുന്ന സാധനത്തിൻ്റെ മേളിൽ ഒരു ബസ് വെച്ചിരിക്കുക. അപ്പോൾ ഇത് മേളിൽ കയറണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ മേളിൽ കയറിയിരുന്നാൽ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന് ഇതെല്ലാം കണ്ടുപോകും. കൃപ വ്യാപരിച്ചപ്പോൾ സകലതും നടന്നെങ്കിൽ
കൃപമേൽ കൃപ വ്യാപരിക്കുമ്പോൾ എന്തൊക്കെയാ നടക്കാൻ പോകണമെന്ന് നമ്മളൊന്ന് ആത്മാവിൽ കണ്ടോണമേ. അതുപോലെ തന്നെയാണ് ഫ്ലൈറ്റും. ഡബിൾ എന്താ പറയുക, ഡെക്കർ, അങ്ങനെയാണോ അത് കറക്റ്റ് ടൈം? ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോയും മാത്രമേ കണ്ടിട്ടുള്ളൂ, വീഡിയോ കണ്ടിട്ടുണ്ട്, അല്ലാതെ മറ്റത് ഞാൻ കയറിയിട്ടില്ല. അതിൽ കയറിയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ആ മേളത്തെ അതിൽ കയറാനാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം. അപ്പം ഇതുപോലെ തന്നെയാണ് കൃപയുടെ മേൽ ദൈവം കൃപ. അപ്പം ഒരു സൂപ്പർ പവറാണ് സ്വർഗത്തിലെ തമ്പുരാൻ ഈ അർത്ഥവാക്യത്തിലൂടെ നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് ലഭ്യമായതിന് ശേഷം, നമ്മളിതിനെ ഡിസ്പ്ലേ എല്ലാം 1-ാം തീയതി ചെയ്തതിന് ശേഷം, എനിക്ക് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, ആ പദം ഞാൻ മനഃപൂർവ്വം പറയുന്ന, ഭൂപരപ്പിലുള്ള പല ഭാഗങ്ങളിൽ നിന്ന് എന്നെ പലരും വിളിപ്പാനും ആശ്വാസവാക്കുകളും അഭിനന്ദനങ്ങളും എന്താ പറഞ്ഞ ആശംസകളും ഒക്കെ നൽകി. അതിലെല്ലാം ഞാൻ പിന്നത്തേതിൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാം എന്നെ വിളിച്ചു പറഞ്ഞു, ഇപ്രാവശ്യത്തെ അർത്ഥവാക്യം ഇന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്, ആ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്, നോർത്ത് ഇന്ത്യയിലുള്ള ഈ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്, ഡൽഹിയിലുള്ള ഈ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. മെഗാ ചർച്ചസ്, ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന ശക്തന്മാരായ ദൈവദാസന്മാർക്ക് പലർക്കും ഇതേ അർത്ഥവാക്യം കൊടുത്തിരിക്കുമ്പോൾ, ഇന്നലെ എന്നോടൊരു കർത്തൃദാസൻ ചോദിച്ച ഒരു പദം കൂടി ഞാൻ ചേർത്തങ്ങ് പറയാം. ഇന്നലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഓടി വന്ന ഒരാളെന്നോട് ചോദിക്കുകയാണ്, അപ്പൊ കൃപയുടെ യുഗം അവസാനിക്കാറായില്ല എന്നുള്ളൊരു ധ്വനിയുണ്ടോ എന്ന്. എനിക്ക് തോന്നുന്നു ഭൂമിയിൽ പലയിടത്തും, പല ഭാഗങ്ങളിലും, പല കൺട്രികളിലും, പല കോണ്ടിനെന്റുകളിലും ഇതേ അർത്ഥവാക്യം നൽകിയപ്പോൾ ഇതൊരു നോഹയുടെ കാലമാണോ എന്നറിഞ്ഞ് നമ്മൾ നമ്മുടെ കരങ്ങളെ വിശുദ്ധീകരിക്കേണ്ട കാലം കൂടിയാണെന്ന് ഞാൻ നിങ്ങളുടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങളെ ഒന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. കർത്താവെ, എവിടെയെങ്കിലും ഇനിയും ഒരു ന്യായവിധിയുടെ പ്രളയമില്ലെങ്കിലും വരവിനായിട്ട് ഒരുക്കി നിൽക്കുന്ന സത്യസഭയെ എടുക്കുന്നതിന് വിരോധമായി ഞങ്ങളുടെ ഇടകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ട്, അതിനെ നീക്കുന്ന ഒരു കൃപയുടെ കാലഘട്ടമായി ഇതിനെ സ്വർഗം തീർക്കട്ടെ. സ്തോത്രം. അപ്പൊ ഇത് കൃപ, യേശുവിൽ കൃപ നിറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്നവർ മുഴുവൻ വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിച്ചും കൊണ്ടുപോയി. എങ്ങനെയാണെങ്കിൽ നമ്മൾ പറയണം, കർത്താവേ, ഈ കൃപമേൽ കൃപ ഒന്ന് പെരുകുകയാണെങ്കിൽ, കൃപമേൽ കൃപ ഞങ്ങളുടെ മേൽ ഒന്ന് വർദ്ധിക്കുകയാണെങ്കിൽ, ഈ കൃപമേൽ കൃപയുടെ ആഴം ഞങ്ങളൊന്ന് അറിയുകയാണെങ്കിൽ, ഇതിൻ്റെ പരപ്പിൽ ഞങ്ങളൊന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ, അപ്പോസ്തലന്മാർ യാത്ര ചെയ്തവരുടെ നിഴൽ തട്ടിയപ്പോൾ അത്ഭുതം നടന്നെങ്കിൽ, ഈ കൃപായുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവമക്കൾ പറയണം, അന്ന് നടന്നത് വീണ്ടും നടക്കുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഇത് കൃപായുഗത്തിൻ്റെ അന്ത്യമാണെങ്കിൽ ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചും കൊണ്ട് ഒരു കൃപ നിറഞ്ഞവനായി, ഒരു സത്യം നിറഞ്ഞവനായി, ഒരു വിശുദ്ധി നിറഞ്ഞവനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ പോകുന്ന ഏരിയകൾ, പോകുന്ന സ്ട്രീറ്റുകൾ, നമ്മൾ സന്ദർശിക്കുന്ന ഭവനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ തേജസ് അടിപ്പാനിടയായിത്തീരും. നമ്മൾ വിചാരിക്കാത്ത, ചിന്തിക്കാത്ത നിലകളിലൊക്കെ ദൈവപ്രവൃത്തികൾ നടക്കുന്നത് നമ്മൾ കാണും. നിങ്ങൾ പറയണം, നെഞ്ചത്ത് കരം വെച്ചിട്ട് പറയണം, അതിനായിട്ട് ഇന്ന് പകൽ എന്നെ അതിനായിട്ട് ഞാൻ ഏൽപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വരവേറ്റവും, എല്ലാ കണ്ണുകളും ഒന്ന് അടഞ്ഞിരുന്നാട്ടെ, അങ്ങയുടെ വരവേറ്റവും ആസന്നമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ കൃപയൊന്ന് പെരുകുന്ന വർഷത്തിൽ, ഈ കൃപമേൽ കൃപ ഒഴുകുന്ന വർഷത്തിൽ എന്നെ അങ്ങയുടെ മാനപാത്രമായി, എനിക്ക് കഴിവില്ലായിരിക്കാം, എനിക്ക് ഒരു ഗുണസവിശേഷതകളും ഇല്ലായിരിക്കാം, ഞാൻ അത് പറയുന്നു, എന്നാൽ നിറയ്ക്കുന്നവന്റെ ആത്മാവിന്റെ ശക്തിയാൽ ആ കൃപാസനത്തിൽ നിന്ന് ഒഴുകുന്ന കൃപ എന്നെ മേലൊന്ന് എന്നെ അങ്ങയുടെ പാത്രമായി ഉപയോഗിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിക്കുകയാണ്. ഇവർ ഭൂമിയുടെ പല ഭാഗങ്ങളിലും പോയി നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ തക്കത്തിലുള്ള അനേകരെ ഈ അന്ത്യകാലത്ത് എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഇവരെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോ അടുത്തൊരു വാക്യം വായിക്കാം. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. മതി, ഞാൻ പറഞ്ഞു പോകും ഓരോരോ വാക്യങ്ങൾ. നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾക്ക് ഓരോ നിമിഷവും ദൈവകൃപയെ നമുക്ക് കാണുവാൻ സാധിക്കും.
ഓരോ നിമിഷവും, ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ഈ മരുഭൂ പ്രയാണ യാത്രയിൽ, നമ്മുടെ ഈ സിയോൻ യാത്രയിൽ ഓരോ നിമിഷവും നമുക്ക് ദൈവകൃപയെ കാണുവാൻ സാധിക്കും. ഈ കൃപ പെരുകിയെടുത്ത്, കൃപമേൽ കൃപ വർദ്ധിച്ചവിടത്ത് മുഴുവൻ നടക്കപ്പെട്ടത് ദൈവമഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണത്. നമുക്കറിയാം, നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ, ഒന്ന് ഒച്ച പറഞ്ഞേ, അതാ പറഞ്ഞ, ഓരോ നിമിഷവും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപായുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് പറയണം, കാണ്ടാ പറയണം, കർത്താവേ അങ്ങ് കൃപ പകർന്നതിനായി, അങ്ങ് കൃപ പകർന്നതിനായി, അങ്ങയുടെ മഹത്വം ഇറങ്ങിയതിനായി, അങ്ങയുടെ ശക്തിയുടെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി, അത് കാണാൻ എനിക്ക് കണ്ണു തന്നിരിക്കുന്നതിനായി, ഞാൻ നടക്കുന്ന വഴി, ഞാൻ കാണുന്ന വഴി, ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ, ഞാൻ കാണാനിരിക്കുന്നത് മുഴുവൻ കർത്താവിൻ്റെ മഹത്വത്തിനായി. ഇങ്ങനെയാണത് പറയുന്നത്, ഉളവാക്കപ്പെട്ടത് സകലതും, ഉളവായതും മുഴുവൻ അവൻ തൻ്റെ പുത്രന് വേണ്ടിയിട്ടുള്ളതാണ്. സ്തോത്രം. അടുത്ത വാക്യം, സങ്കീർത്തനം 145:9. സകല പ്രവൃത്തികളോടും, നമ്മളത് പറഞ്ഞത്, ആകാശവും ആകാശവിധാനവും നമ്മൾ നോക്കി, നമ്മളൊരു വണ്ടിയാകട്ടെ, ഒന്ന് കുക്ക് ചെയ്യുമ്പോഴാകട്ടെ, ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴാകട്ടെ, ജോലി സ്ഥലങ്ങളിൽ യൂണിഫോം ധരിക്കുമ്പോഴാകട്ടെ, ജോലിയിൽ നിൽക്കുമ്പോഴാകട്ടെ, എന്തെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവൻ കർത്താവിൻ്റെ കൃപ 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 എന്ന് നമ്മൾ പറയണം. സ്തോത്രം. നമ്മളൊരു മൈക്ക് കിട്ടിയാൽ ഇതിൽ പ്രസംഗിപ്പാൻ കർത്താവ് എന്നെ കൃപ നൽകിയതിനായി, ഒരു ഡ്രം പ്ലെയർ കിട്ടിയാൽ കൃപ നൽകിയിരിക്കുന്നതിനായി, സൃഷ്ടിക്കപ്പെട്ട സകലത്തെ നോക്കി ദൈവമേ ഞങ്ങളങ്ങയ്ക്ക് നന്ദി, ഞങ്ങളങ്ങയ്ക്ക് സ്തോത്രം എന്ന് പറയണം. അടുത്ത് വായിക്കാം. ഞാൻ പറഞ്ഞു പോകുന്നത് മുമ്പോട്ടൊരു ഭാഗത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അത് ഞാൻ അവിടെ നിന്നും കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്, അതുകൊണ്ട് അവിടെ ഇപ്പം ഞാൻ അവിടെ തൊടുന്നില്ല. നിന്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് വിശ്വാസത്തിൻ്റെ ആധാരവും കൃപയാണ്, നമുക്കറിയാവുന്ന വാക്യമാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിച്ച വാക്യമാണ്, തുടക്കത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. മതി. ഇനി നിങ്ങൾ എന്നെ നോക്കി പുസ്തകമൊക്കെ ഒന്ന് മടക്കിക്കേ. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അർത്ഥവാക്യം തീം ഓർമ്മയുള്ളവരൊന്ന് കരമുയർത്തിക്കേ. ചോദിക്കത്തൊന്നുമില്ല. അതിൻ്റെ മുമ്പിലത്തെ വർഷത്തെ ദി ഇയർ ഓഫ് ഗോഡ്സ് പ്രോമിസ്. അപ്പം വാഗ്ദത്തം, ദൈവത്തിൻ്റെ വിശ്വസ്തത. അതിന് മുമ്പുണ്ടായിരുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്നവരിവിടെ ദി ഇയർ ഓഫ് ഗോഡ്സ് മേഴ്സി. അത്ര നിൽക്കാം. അതിൽ പുറകെ ചിലപ്പം നമുക്ക് മറന്നു പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം മേഴ്സി എന്നുള്ളത് ദൈവത്തിൻ്റെ കരുണ, പ്രോമിസ് എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ളത് ദൈവത്തിൻ്റെ വിശ്വസ്തത, കൃപമേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, ഗ്രേറ്റ് ഗ്രേസ്, ഗ്രേറ്റർ ഗ്രേസ് എന്നൊക്കെ പറയാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കരുണയും ഈ കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്? കരുണ, കൃപ. അവൻ കരുണയും കൃപയും
നിറഞ്ഞവൻ. അപ്പം അത് രണ്ടാ. അപ്പം അത് രണ്ട് സംഭവങ്ങളാണ്. രണ്ട് സംഭവങ്ങളാണ്. കരുണ, ദയ, മനസ്സലിവ്, കനിവ്, കൃപ. ഈ കരുണയിൽ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം. ഈ കരുണയിൽ നടക്കപ്പെടാതിരിക്കുന്നത് കൃപയിൽ നടക്കും. ഒന്നും കൂടെ പറയാം, ഞാൻ തെളിയിക്കാം. കരുണയിൽ ലഭ്യമാകാതിരിക്കുന്നത്, പ്രാപിക്കുവാൻ പറ്റാതിരിക്കുന്നത് കൃപ തട്ടിയാൽ, അല്ലെ കൃപയുടെ ആ കാലത്ത്, അല്ലെ കൃപയിൽ നമ്മൾക്ക് പ്രാപിക്കുവാൻ കഴിയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണത്തിലൂടെ അത് വെളിപ്പെടുത്താം. സഭയോട് ബന്ധത്തിൽ ഒരു ഉദാഹരണം പറയാം, ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണം പറയാം. അപ്പം നിങ്ങൾക്കത് ഉറയ്ക്കും. അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ബ്ലെസൻ പാസ്റ്ററിനെ നമ്മുടെ ജിഫിൻ ഒന്ന് ഉപദ്രവിച്ചു. ഉപദ്രവം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇടിയും കൊടുത്തു. ആരെയാണ് ഇടിച്ചിരിക്കുന്നത്? ബ്ലസം പാസ്റ്ററിനെ. ആരാ ഇടിച്ചത്? ജിഫിൻ. സാൻജോസിനെ ആണെങ്കിൽ സഹിക്കാം. ഇത് പാവം പിടിച്ച ബ്ലസനെയാണ്. ഇടികൊണ്ടു. സേഫ് ഗാർഡിംഗ് ഓഫീസർ ആയിരിക്കുന്ന നമ്മളുടെ സഹോദരിയുടെ അടുത്ത് ഈ വിഷയം കൊണ്ടുവന്ന് അവർ എസ്കലേറ്റ് ചെയ്തു. കാര്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. അത്ര ഇടിയാണ് കൊടുത്തത്. അഡ്മിറ്റായി. ക്രിമിനൽ കേസായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു, സേഫ് ഗാർഡിംഗ് ഇഷ്യൂ ആയിട്ട് മറുഭാഗത്ത് നിൽക്കുന്നു, സഭയുടെ വിഷയമായി മൂന്നാം ഭാഗത്ത് നിൽക്കുകയാണ്. കരുണയെ ഞാനീ പറയുന്നത്. കരുണ, കൃപയല്ല, കരുണ. അപ്പോൾ ന്യായമായിട്ടും ഈ വിഷയം സഭയുടെ അഡ്മിൻ ജൂബിൻ എന്നോട് പറയും, പാസ്റ്ററെ ഇത് അദ്ദേഹത്തിൻ്റെ ആ ഭാഷ അവിടുത്തെ ഒരു കൊടാലിയാണല്ലോ എന്ന് പറയും. ഇത് സഭ എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പം സഭ ഈ വിഷയത്തിലേക്ക് കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് ഞാൻ സേഫ് ഗാർഡിങ്ങിൻ്റെ അതിലോട്ട് മൊത്തത്തിൽ പോകുന്നില്ല. സഭയ്ക്ക് രണ്ടുപേരും വേണം. അതാണ് സേഫ് ഗാർഡിങ്ങിൻ്റെ പോളിസി. കുറ്റം ചെയ്തവനും വേണം, കുറ്റാരോപിതനും വേണം, എന്താ പറഞ്ഞേ, ഇടി കിട്ടിയവനും വേണം, എല്ലാം വേണം. ഇടി കിട്ടിയവനോട് നമ്മൾ പറയും ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാതായിരുന്നു. അതായത് പാസ്റ്ററുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇടിച്ചവൻ വേറെ അടുത്ത വിക്രിയ വല്ലതും കാണിച്ചാൽ അതും സഭയ്ക്കാ കേട്. അവനോട് ചെന്ന് പറയും ഇത് നീ അല്ല ചെയ്തത്, പിന്നെ എന്നെ പിശാചാണോ? അവന് ഏതായാലും ഒരെണ്ണം തരാൻ നിൽക്കുക. അല്ലല്ല, നീ പിശാചാന്നല്ല, നീ പിശാചാന്ന് എന്നെങ്കിലും പറയുമോ? ഇല്ല. പക്ഷേ നിന്നിൽ എന്തോ ഒരു അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ മലയാളം വാക്ക് ഇംഗ്ലീഷ് വാക്കൊക്കെ ചേർത്ത് അവനും മനസ്സിലാകാത്ത ഒരു ഭാഷയൊക്കെ പറഞ്ഞ് അവിടെ അങ്ങ് നിന്നെ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നെക്സ്റ്റ് സൺഡേ ഇവർ രണ്ടുപേരും വരികയാണെങ്കിൽ ഒരു ഫാമിലി പിന്നെ ചർച്ചിൽ നിന്ന് പോകാനാണ് സാധ്യത കൂടുതൽ. പാസ്റ്റർ ഇടിച്ചവനെയും ഇടി കൊണ്ടവനെയും ഒരുപോലെ സ്വീകരിച്ചിരുത്തിയിരിക്കുന്നു. ഇതാണ് ഈ സേഫ് ഗാർഡിങ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ടുപേരും വേണം. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കയറുന്നില്ല. സേഫ് ഗാർഡിങ് കോർട്ടിൽ കേസിലേക്ക് വരാം. നമ്മൾ കോർട്ടിൽ ഈ കേസ് വന്നു. കരുണയെ ഞാനീ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേസ് ആൻഡ് മേഴ്സി, അല്ലെ മേഴ്സി ആൻഡ് ഗ്രേസ്. കോർട്ടിൽ കേസ് വന്നു. ഇരിക്കുന്നത് ആൾ ജഡ്ജായിട്ട് നമ്മുടെ ജസ്റ്റിനാണ്. ഇത് ഇരിക്കുന്നുണ്ടോ? അതുപോലെ ഇരിക്കുക. ഈ സെറ്റപ്പാന്ന് വിചാരിച്ചാൽ മതി. അല്ല, ഇത് തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി. ജസ്റ്റിനാണ് ഇരിക്കുന്നത്. അപ്പം ന്യായാസനത്തിൽ ന്യായാധിപൻ ഇരിക്കുന്നിടത്ത് കുറ്റം ചെയ്തു വന്നിരിക്കുന്നത് മകനാണേലും കോടതിയിൽ അവിടെ മകൻ അപ്പൻ ബന്ധമില്ല. ഇതാണ് ന്യായാസനത്തിൻ്റെ പ്രത്യേകത. അപ്പം അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വിവര സാക്ഷ്യ അടിസ്ഥാനത്തിലാണ് വിധി നിർണയിക്കപ്പെടുന്നത്. അവനും വക്കീലുണ്ട്, ഇദ്ദേഹത്തിനും വക്കീലുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ വാദിച്ചു. നമ്മളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ
ഒരു ഭാഗത്ത് ഇടികൊണ്ട കുടുംബത്തോട് സ്നേഹം, അല്ല ഒരു ദുഃഖം, ഇടിച്ചവനോട് വിഷമം. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല, സഭയിലുള്ളവർക്കും പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. ഈ വിഷയത്തിൻ്റെ അന്തിമ തീരുമാനം പാസ്റ്റർ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ച് കുറച്ച് പേര് അതിൻ്റെ പിന്നാലെ നിൽക്കും. നമ്മളെല്ലാവരും ചേർത്ത് ഇങ്ങനെ നിർത്തുക. കോർട്ടിലെത്തി. ഇപ്പം ജഡ്ജായിരിക്കുന്ന ജസ്റ്റിന് ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, അപ്പം നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാ, ഇന്ന് ഒന്നും ബ്ലസം പാസ്റ്റർക്ക് സംഭവിക്കാൻ പോണില്ല, അല്ലേ? അതാണ് ഈ കോർട്ടിൻ്റെ പ്രത്യേകത. ബ്ലസം പാസ്റ്റർക്ക് അന്നൊന്നും സംഭവിക്കത്തില്ല. അന്ന് സംഭവിക്കാൻ പോണത് മുഴുവൻ ജിഫിന. തീരുമാനം മുഴുവൻ ജിഫിനോടുള്ള ബന്ധത്തിലാണ്. അപ്പം നമ്മൾ രഹസ്യ കൂട്ടുകാരോട് പറയും, പ്രാർത്ഥിക്കണേ. അവിടെ ഒരു ബിരുദനുണ്ടെന്ന് ചോദിക്കും, എന്തിനാ? അവൻ വിളിച്ചിട്ട് എന്നിട്ട് ബ്ലസനോട് പറയുന്നത്, പാസ്റ്റർ രാവിലെ മെസ്സേജ് ഇട്ടിരിക്കും. ഞാൻ കൊണ്ടിപ്പോൾ മെസ്സേജ് ഇടാത്തത്. മെസ്സേജ് ഇട്ടിരിക്കുക, മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം പക്ഷം അവിടെയാ. പിന്നെ അങ്ങനെയായ അതങ്ങനെ ഒരു പരപ്പങ്ങ് പരക്കും. ഇവിടെ നമ്മൾ മൗനം പാലിക്കുകയാണ്. ജഡ്ജ് വിധി കൽപ്പിക്കാൻ പോവുകയാണ്. കാര്യം നമ്മുടെ മുഴുവൻ ഇത്രയും പേരുണ്ടെങ്കിൽ ഇത്രയും പേരുടെ നോട്ടം ബ്ലസനോട് ഇങ്ങനെ കാണിക്കാൻ കമ്പ. പക്ഷെ നോട്ടം മുഴുവൻ ഇവൻ്റെ മേലാ. കരുണ വെളിപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാവോ? ആ ജഡ്ജ് പേഴ്സണലായിട്ട് അവനോടൊന്ന് സംസാരിക്കും. അല്ലെങ്കിൽ അവൻ അർത്ഥശങ്കയില്ലാതെ ആ കോർട്ട് സഭയിൽ നിന്ന് പറയും, ന്യായാധിപ സംഘമേ, ഇടികൊണ്ട പ്രിയ പാസ്റ്ററെ, അന്നേരത്തെ ഒരു വൈകാരിക നിമിഷത്തിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ചെയ്തത് ഫുള്ളി റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നിങ്ങൾ വിനീതമായിട്ട് എൻ്റെ സാഹചര്യങ്ങളെ കൺസിഡർ ചെയ്ത് എന്നോട് ക്ഷമിക്കണമേ. അപ്പം ജഡ്ജി പെട്ടെന്ന് ഇതെല്ലാം താഴെ വെച്ച്, കൊട്ടുപടിയൊക്കെ താഴെ വെച്ച് സിറ്റുവേഷൻ നോക്കി, ഞാൻ ചെയ്തത് തെറ്റാ, 1% പോലും അതിനെ എനിക്ക് ന്യായീകരിക്കുവാൻ കഴിയത്തില്ല, തെറ്റാണ്. പക്ഷെങ്കിൽ എന്തെങ്കിലും വിചാരിച്ച് എന്നെ വെറുതെ വിടുവാൻ കഴിയുമോ? ഇപ്പം നിശബ്ദമായിരിക്കുന്നത് പോലെ കോർട്ട് നമ്മളെല്ലാം ചെല്ലുവാണ്, നിശബ്ദമായിരിക്കും. കോർട്ട് നിശബ്ദമാകും. ജഡ്ജ് ബെഞ്ച് അവർ പെട്ടെന്ന് പോയി ഒന്ന് ആലോചിക്കും, അവൻ്റെ ഭാവിയെ നോക്കും, അവൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കും. അവൻ വേണമെങ്കിൽ ഒരു ദയാഹർജിക്കൊക്കെ ഉള്ള സെറ്റപ്പും കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോർട്ട് വന്നിട്ട് പറയും, സാഹചര്യത്തെരിവുകളുടെ അടിസ്ഥാനത്തിൽ നീ തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഇടികൊണ്ട ആളുടെ മുഖത്തും ശരീരത്തും പാടുകൾ ഉണ്ടായിരിക്കെ, ഹോസ്പിറ്റലിൽ അവന് ട്രീറ്റ്മെൻറ്റ് ലഭ്യമായതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരിക്കുകയും ഞങ്ങൾ നിന്നെ ഇനി ഇങ്ങനെ മേലിൽ സംഭവിക്കരുത്, നീ നിന്നെ തന്നെ കടിഞ്ഞാണിട്ടുകൊള്ളണം എന്നുള്ള ഒരു ശാസന, ഒരു വാണിംഗ് നൽകി, നിന്നെ ഞങ്ങൾ വി കനോട്ട് ഫൈൻഡ് എനി ഗിൽറ്റി എന്നവർക്ക് പറയാൻ സാധിക്കത്തില്ല. വി ഫൗണ്ട് ഗിൽറ്റി ബട്ട് സ്റ്റിൽ യു ആർ ഫ്രീ ടു ഗോ എന്ന് പറയുന്നതാണ് കരുണ. തെറ്റാണ് ചെയ്തിരിക്കുന്നത്, തെറ്റിനെ അനുതാപത്തോടെ പശ്ചാത്തപിച്ച് ഞാൻ തെറ്റുകാരനാണെന്ന് എല്ലാവരുടെയും മുമ്പാകെ വെളിപ്പെടുത്തി താൻ നിൽക്കുമ്പോൾ ജഡ്ജ് പറയുകയാണ്, ഞങ്ങൾ മുഴുവൻ കണ്ടിരിക്കുന്നു നീ തെറ്റുകാരനാണെന്ന്. ഞങ്ങൾ തെറ്റ് കിട്ടിയ അല്ലെങ്കിൽ ഇടികൊണ്ട ആളോടും ചോദിച്ചു, പക്ഷേ നിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വിടുന്നു. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ജഡ്ജിൻ്റെ, സുപ്രീം കോടതി ജഡ്ജായിരുന്ന ഒരാളുടെ ഞാൻ അങ്ങനെയുള്ളതൊക്കെ വായിക്കുന്ന ആളാണ്, ഒരു ആർട്ടിക്കിൾ അദ്ദേഹം പറഞ്ഞതാണ്. അന്ന് എനിക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പോലും എനിക്ക് ഇന്നും അറിയത്തില്ല. പക്ഷേ കേൾക്കുന്ന ആദ്യം ഞാൻ സത്യം പറഞ്ഞ ജസ്റ്റിൽ നിന്നാണ് അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ സത്യം പറയാം, പുള്ളി എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അന്നാ നമ്മൾ അതിനെക്കുറിച്ച് അത്രയും ഗൗരവത്തിൽ ഞാനും ചിന്തിച്ചത്. ഭൂമി ഉളവായ കാലം മുതൽ ന്യായാധിപ സംഘങ്ങളുണ്ട്. ന്യായാധിപന്മാർ ബൈബിളിലുണ്ട്. ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ബെത്ലഹേമിൽ
എലിമലേക്കും കുടുംബവും അവർ ദേശത്ത് ക്ഷാമം വന്ന് അവർ മോവാബിലേക്ക് പോയി. ഏതാണ് അധ്യായം? രൂത്തിന്റെ പുസ്തകം 1-ാം വാക്യം. പോട്ടെ. അപ്പം അന്ന് മുതൽ നടക്കപ്പെട്ട സംഭവങ്ങൾ മുഴുവൻ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ അച്ചടി മെഷീൻ ഇറങ്ങിയ കാലം മുതലുള്ളത് മുഴുവനുണ്ട്. ഇനി അതും പോട്ടെ, കമ്പ്യൂട്ടർ കണ്ടുപിടിക്കപ്പെട്ട കാലത്ത് എത്രത്തോളം ഡേറ്റ അവർക്ക് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ടോ അത് മുഴുവൻ ശേഖരിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് റോബോട്ടിനെ കൊണ്ട് ഈ ന്യായാധിപ സംഘത്തിൻ്റെ സീറ്റിലിരുത്തിയാൽ ഓരോ വിവരങ്ങളും ഓരോ അടിസ്ഥാനങ്ങളും ഓരോ സാഹചര്യ തെളിവുകളും പുള്ളി പറയുമ്പോൾ 14 വർഷം മുന്നേ, 100 വർഷം മുന്നേ, 250 വർഷം മുന്നേ, ബൈബിൾ പ്രകാരമുള്ള 2000 വർഷം മുന്നേ, 4000 വർഷം മുന്നേ നടന്ന സംഭവമായിട്ട് ഇതിന് സാമ്യമുണ്ട്. അവന് വിധിക്കപ്പെട്ട വിധി ഇതാണ്. ചൂസ് ചെയ്തിട്ട് ആ റോബോട്ട് എഴുന്നേറ്റ് പറയും, വി ഫൗണ്ട് എ ഗിൽറ്റി, സോ യു ആർ മേക്കിംഗ് എ സെന്റൻസ്, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ജയിലിടാൻ ശിക്ഷിച്ചിരിക്കുന്നു. ഇതാണ് AI കൊണ്ട് ന്യായാധിപ സംഘത്തിലെ ജഡ്ജായിട്ട് ഇരുത്തിയാൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ജഡ്ജ്, സുപ്രീം കോടതിയുടെ ജഡ്ജ് എഴുതിയിരിക്കുകയാണ്, എന്തും കൊണ്ട് ഇത്രയും വേൾഡ് വൈഡായിട്ട് ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടും സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റും അമേരിക്കയോ ജർമ്മനിയോ ബ്രിട്ടനോ നമ്മുടെ ഇന്ത്യയോ ഒന്നും ഇങ്ങനെയുള്ള സാധ്യതകളെ അവർ തേടിയെങ്കിലും കൊണ്ട് ഇരുത്താത്തത് എന്താണെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ആ വ്യക്തി ചോദിച്ചു. ഏറ്റവും നല്ലത് അതല്ലേ, നമ്മുടെ മെമ്മറി നമ്മൾ റെഫർ ചെയ്യണം. ആ അഡ്വക്കേറ്റ് വന്ന് പറയുകയാണ് ഇന്നാം തീയതി ഇത്രാം തീയതി, അവർ റെഫർ ചെയ്ത് ശരിയാ. പക്ഷെ ഇത് മുഴുവൻ കമ്പ്യൂട്ടർ റെഡിയാ. അവിടെ പറഞ്ഞാണ്, അവിടെയാണ് ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ, ഒരു മാനുഷിക പരിഗണന, അത് ജീവനുള്ള വസ്തുക്കൾക്കേ നൽകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജീവനുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഇരുത്തിരിക്കുന്നതിൻ്റെ പിമ്പിലുള്ള രഹസ്യം ഇതാണെന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു. ഭൂമിയുടെ ശാസ്ത്രം എത്രത്തോളം വളർന്നു. ശലോമോൻ പറഞ്ഞു, ഉറുമ്പിനെ നോക്കി നിങ്ങളുടെ ജീവിതം പഠിപ്പീനെന്ന്. ഞാൻ ശലോമോൻ്റെ ഉറുമ്പിൻ്റെ ഭക്ഷണശേഖരത്തെ അല്ല ഞാൻ നോക്കിയത്. ഇത്രത്തോളം ശാസ്ത്രം വളർന്നിട്ട് വേൾഡ് വൈഡായിട്ട് ബിഗ് ബാങ് തിയറികളൊക്കെ നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമം നടക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണമേ, ഉറുമ്പിന് കൊടുത്തിരിക്കുന്ന ഒരു ജീവനെ പോലും ഇന്ന് വരെ ഭൂമിയിൽ ഒരു സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഉറുമ്പിനെ നോക്കി നമ്മൾ പഠിക്കുമ്പോൾ പറയണോ, ഈ ഉറുമ്പിലും ഒരു ജീവനുണ്ട്. ഇത്രത്തോളം കോടാനി കോടി രൂപ മുടക്കി, തൗസൻഡ് മില്യൺസ് മുടക്കി, ഡോളേഴ്സ് മുടക്കി അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉണ്ടാക്കിയിട്ടും ഒരു ഹ്യൂമന് ലഭിക്കുന്ന ഒരു ജന്തുവർഗ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ജന്തുവിന് ലഭ്യമായിരിക്കുന്ന ആ ജീവനെ കൊടുക്കാൻ കഴിയാത്തിടത്തോളം കാലം സയൻസ് ഹ്യൂമൻ്റെ മുമ്പിൽ തകരുകയാണ്. ഞാൻ അതിനെ വിമർശിക്കുകയല്ല. അപ്പൊ ഗ്രേസ് അടുത്തത് എന്താണെന്ന് പറയാം. മേഴ്സി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, കരുണ ലഭ്യമാകണമെങ്കിൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അവിടെ വേണം. അടുത്തോട് പറയാം, കരുണ ജിഫിന് ലഭ്യമായത് കോർട്ടിൽ ഫിസിക്കലി അപ്പിയർ ആയതുകൊണ്ടോ, ഫിസിക്കലി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അവനും ബലഹീനനായി കിടക്കുകയാണെങ്കിൽ അവന് വേണ്ടിയിട്ടും ആരെങ്കിലും റെപ്രസെന്റ് ചെയ്തെങ്കിൽ മാത്രമേ കരുണയുടെ വഴി വെളിവാക്കപ്പെടുകയുള്ളൂ. കരുണ അവന് വേണ്ടി തുറക്കപ്പെടുകയുള്ളൂ. കരുണ അവന് വേണ്ടി തുറക്കപ്പെടണമെങ്കിൽ നിങ്ങൾ തിരുവചനത്തിൽ ഏതു ഭാഗവും നോക്കിക്കോ. ഇസ്രായേൽ മക്കളോട് ദൈവം പറയാണ്, നിങ്ങൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, ദൈവത്തോട് അടുത്ത് നിൽപ്പീൻ, സാത്താനോട് എതിർത്ത് അടുത്ത് വരുമ്പോൾ യേശു അതാ സമ ആഗമന കൂടാരം എന്ന് പറയുന്നത്. സമമായിട്ടുള്ള ആഗമനം അവിടെ നടക്കുന്നത്. നമ്മൾ ഭവനത്തിൽ നിന്ന് കൂടാരം വിട്ട് യോശുവയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രൂപൻ ഗോത്രം ഇറങ്ങുമ്പോൾ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിക്കഴിഞ്ഞു. സമ ആഗമനം, ഒരുമിച്ചുള്ള ആഗമന സന്ധ്യാവേളകളെയാണ് ആരാധനകൾ എന്ന് വിളിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയണം, സമ ആഗമനത്തിലേക്ക്, വിശുദ്ധ ആ സംയമനത്തിലേക്ക്, വിശുദ്ധ ആ സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വിപരീതമായി എന്നിലൊന്നും വരാൻ പാടില്ല. സ്തോത്രം, എന്നിലൊന്നും വരാൻ പാടില്ല. ഇത് ഒരു വിശുദ്ധ സംസർഗത്തിൽ പ്രവേശിക്കുവാൻ പോകുകയാണ് ഞാനും സൃഷ്ടിയായിരിക്കുന്ന ഞാനും സൃഷ്ടാവായിരിക്കുന്ന ദൈവവും തമ്മിലുള്ള ഒരു വിശുദ്ധ ഇണപ്പായിരുന്നു നടക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനെ മാറി നിൽപ്പേൻ എന്ന് പകൽ പറയണം. കർത്താവേ, ആ വിശുദ്ധ ഇണപ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പൊ കരുണ നടക്കപ്പെടണമെങ്കിൽ അവിടെ ഫിസിക്കലി ആ വ്യക്തി അപ്പിയർ ആയിരിക്കണം. ഇനി കൃപ എന്താന്ന് പറയാം. എന്നിട്ട് ഞാനൊരു ഭാഗം സമയമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പറയാം.
ജിഫിൻ വളരെ സന്തോഷിച്ചു. ഇപ്പൊ ജിഫിന്റെ ഗ്യാങ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, കുച്ചോൻ ചാൻ്റെ നേതൃത്വത്തിലായിരിക്കും പോയെന്ന് വിചാരിക്കുക. എടാ മോനെ, നീ ഭാരപ്പെടുകയൊന്നും വേണ്ട അല്ലേ, ഞാൻ ഇതിനേക്കാളും വലിയ ഇടിയൊക്കെ നടത്തുക. പക്ഷെ അവിടെ ജഡ്ജി ചിലപ്പോൾ അങ്ങ് മനസ്സലിയും. ഇതൊക്കെ പറഞ്ഞാൽ സന്തോഷിപ്പിച്ചാൽ കൊണ്ടുപോകണത്. അപ്പോൾ ഭയങ്കര ഒരു ആഹ്ലാദം അല്ലേ എല്ലാവർക്കും. ജിഫിൻ കൊണ്ട് ലഡു എടുക്കുമ്പോൾ കോർട്ടിലെ ജഡ്ജി പറയും, ഇതെങ്ങനെ ഞങ്ങൾക്ക് ശാന്തരാകാൻ പറ്റും, ഇവനെ ജയിലിൽ പിടിച്ചിടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ ഫ്രീ ആക്കി വിട്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷ ആനന്ദ നൃത്തം. മനസ്സലിവും താഴ്മയും ഹൃദയശുദ്ധിയും പശ്ചാത്താപബോധവും ഉള്ളവിടത്ത് കരുണ വ്യാപരിക്കും. കരുണ ഇറങ്ങിയിരിക്കും അവിടെ. എന്നാൽ കൃപ ഇറങ്ങുന്നത് എങ്ങനെയാണെന്നറിയാവോ? കൃപ ഇറങ്ങുന്ന അടുത്ത ലെവലാ. ആ കൃപമേലുള്ള കൃപയാണ് നമുക്ക് അർത്ഥവാക്യം. അപ്പോൾ നിങ്ങൾ ആ വചനത്തെ കയറി പിടിച്ചോണം. കരകടിക്കൊന്നും വേണ്ട, ഇത് എന്നോടുള്ള ദൂതാന്ന് മനസ്സിലെങ്കിലും പറഞ്ഞോണം. ഇപ്പം ജിഫിൻ ഫ്രീ ആയി. ഞാൻ ബിബ്ലിക്കൽ തെളിയിക്കേണ്ട 2 കാര്യം കൂടിയുണ്ട്. ജിഫിൻ ഫ്രീ, എല്ലാവരും പോകാനൊഴുങ്ങാണ്. സന്തോഷം, വാടാ. നമ്മളും പറയും. അപ്പോൾ ഈ വ്യക്തി ഹാപ്പിയാ. കാര്യം ഈ വ്യക്തിയുടെ സമ്മതത്തോടു കൂടിയാണ് ഫ്രീ ആക്കിയിരിക്കുന്നത്. നമ്മളെല്ലാം കൂടെ ഒരു വണ്ടിയിൽ കയറി നമ്മൾ സന്തോഷിച്ച് ഉല്ലസിച്ച് പോരാൻ വേണ്ടി വാ ഇറങ്ങാമെന്ന് പറയുമ്പോൾ കോർട്ട് അടുത്ത ഓർഡർ, ആരും പോകരുത്. അയ്യോ, അതെന്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഫ്രീ വില്ല് അത് കറക്റ്റാന്ന് തോന്നുന്നല്ലേ? മറ്റേ കൊടുത്തത് വെറുതെ ആയോ? ജിഫിനോട് പറയാ, കം ഹിയർ അഗൈൻ. അതിൽ കയറി നിൽക്കാൻ വീണ്ടും. അയ്യോ, ആ അന്തരീക്ഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ട് പറയുകയാണ്, ഞാനതാ പറഞ്ഞേ, ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. കൃപ. ജിഫിൻ, ഞങ്ങൾ മനസ്സിലാക്കി നീ ബ്ലസനെ ഇടിച്ചു, 6 മാസമായി നീ മാനസിക പീഡയിലൂടെ പോകുകയായിരുന്നു. ജയിലിലും കസ്റ്റഡി സ്യൂട്ടിലും മറ്റു കാര്യങ്ങളാലും നിന്നെ വർക്ക് പ്ലേസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചർച്ചിലും പോകാതെ നീ ഇങ്ങനെ വിഷമിച്ച് നടക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ പറയും, കേൾക്കാവോ? ചേട്ടത്തി അനിയത്തി ഒരു വീട്ടിൽ നിന്നാണ് വന്നേ. എന്നെ ഡാഡി കുക്കറിൽ കഞ്ഞി വെച്ചിട്ടാണോ പോന്ന് ചോദിക്കുക. ഇവിടെ ശ്രദ്ധിച്ചു തോന്നണം. ജിഫിനെ, അപ്പം നീ 6 മാസമായിട്ട് ജോലി പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ കോർട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അങ്ങോട്ട് വരുന്നു, ഇത് ഒരു 5,000 പൗണ്ട് നിനക്ക് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് നൽകുക. നമ്മളെല്ലാം ഇപ്പം ഇരിക്കുന്ന പോലെ ഇരിക്കും. ഇതെന്തോന്ന് ഇതെന്തോന്ന് ന്യായമാ? നീ ഇടിച്ചു, നിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വിടുന്നു. നിന്നോട് ഞങ്ങൾക്ക് ഒരനുകമ്പ തോന്നി, ഒരു 5,000 പൗണ്ടും കൂടെ നൽകുകയാണ്. തോട്ടിക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പം ജസ്റ്റിന് അവിടെ നിന്ന് മെസ്സേജ് ഇടും, ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇടിച്ചു. അങ്ങോട്ട് ഇടി നടക്കട്ടെ. കാര്യം ഇടി കൊണ്ടവൻ ഒരു പ്രയോറിറ്റി ഇവിടെ ഇല്ല. ഇടിച്ചവനെ ഫ്രീ ആയിട്ട് വിടുകയല്ല, 5,000 പൗണ്ടിൻ്റെ ഗിഫ്റ്റ് ക്യാഷ് കൊടുത്തു വിടുക. റോമാലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. റോമാലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കണമോ? ഒരു നാളും അരുത്.
ഇനി എങ്ങനെയാ? പാപസംബന്ധമായി മരിച്ചവരായിരുന്ന നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? മതി. അപ്പൊ നമുക്കൊരു തോന്നല, ഇടി കൊടുത്താൽ കൃപ പകരും. നോ നോ നോ. തർജ്ജനം ചെയ്തു വിട്ടു ഈ വാക്യം വായിച്ച്. ആകയാൽ കൃപ പെരുകേണ്ടതിനെ പാപം ചെയ്തുകൊണ്ടിരിക്കണമോ? അരുത്. ഓക്കെ കോർട്ട്. എല്ലാവരും പിന്നെ ഇറങ്ങി. ജിഫിൻ ആകെ സന്തോഷം. 3 മാസം കഴിഞ്ഞു. ജിഫിൻ ചിന്തിച്ചു, കോർട്ടിനോടാ പറഞ്ഞു, കോർട്ട് ജനങ്ങളോടാ, ഒരിടിയും കൂടെ കൊടുത്തു നോക്കാം, ഒരിടിയും കൂടെ. അവിടെയാണ് റോമർ 6:1 പ്രശസ്തി കിടക്കുന്നത്. വീണ്ടും കോർട്ട് പറയുന്നതിനറിയോ? കൂടുതൽ ന്യായവിസ്താരങ്ങളോ വിധിയൊന്നുമില്ല. 5000 പൗണ്ടിങ് ഉണ്ടോ ആദ്യം. ദാണ്ട് ആ വഴി ഇറങ്ങിയ പോക്കൂ, കൊടുത്തതും കൂടെ തിരികെ മേടിക്കും. അത് കൃപ പെരുകുവാൻ വേണ്ടി പാപമരുത്. മേഴ്സി എന്ന് പറയുന്നത്, കരുണ എന്ന് പറയുന്നത് അർഹതയുണ്ട് അതിന്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതിനെ അർഹിക്കാം. പക്ഷെ തെറ്റുകാരനായി പോയി, അർഹിക്കാൻ പറ്റത്തില്ല കൊണ്ട്. പക്ഷെങ്കിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ എനിക്കത് കിട്ടും. ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ എനിക്ക്, അതിനാണ് നമ്മൾ കോർട്ടിൽ കൊണ്ട് ജഡ്ജിനെയും അല്ല വക്കീലിനെ വെച്ചിരിക്കുന്നത്. ഒരു ലൂപ്പ് ഹോളിലൂടെ പ്രാപിച്ചെടുക്കുന്നതിനെയാണ് ഞാൻ പശ്ചാത്തപിച്ചു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ വീണ്ടും രക്ഷിക്കപ്പെട്ടു, എൻ്റെ പാപ രക്താംബരം പോലെ ചുവപ്പായിരുന്നു, എന്നെ കഴുകി വിശുദ്ധീകരിച്ചു. ആ കരുണ ലഭ്യമായി. കൃപ എന്ന് പറയുന്നത് നെവർ എവർ തിങ്കിങ് അബൌട്ട് ഇറ്റ്. അർഹിക്കാത്ത ദാനമെന്നാണ് കൃപയുടെ ഡെഫിനിഷൻ. ഒരിക്കലും ഞാൻ അതിന് അർഹനല്ല, ഒരിക്കലും ഞാനത് ചിന്തിച്ചിട്ടില്ല. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമെന്നുള്ളത് കൃപയിട്ടെ, അത്യന്തം പരമായി നീ എന്നെ നടത്തുന്നല്ലോ. ചോദിച്ചതിലും നനച്ചതിലും അതാണ് ഗ്രേറ്റർ ഗ്രേസ്. ഗ്രേസ് ഓൺ ഗ്രേസ് എന്ന് പറയുന്നത് അതാണ്. ലൂക്കോസിന്റെ സുവിശേഷം ബൈബിളിൽ നിന്ന് പ്രൂവ് ചെയ്യാം. 15-ാം അധ്യായത്തിൽ 3 സംഭവങ്ങൾ നടക്കുന്നുണ്ട്. വായിച്ച മക്കളെ. 1, മതി. അവിടെ 22 നിൽക്കണേ, കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. ബിബ്ലിക്കലി പ്രൂവ് ചെയ്യാം. ആദ്യത്തേത്, നിങ്ങളിൽ ഒരു വ്യക്തിക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. ഒന്നാമത്തേത് ഇരിക്കട്ടെ. രണ്ടാമത്തേത്, ഒരു സഹോദരിക്ക് 10 ദ്രഹ്മ ഉണ്ടെന്ന് ഇരിക്കട്ടെ. മൂന്നാമത്തേത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരിക്കട്ടെ എന്നല്ല, ഉണ്ടായിരുന്നു. ഇതിൽ മൂത്തവൻ അപ്പനോട് വഴക്കിടുകയാണ്. ഇളയവൻ അപ്പനോട്, വായിച്ചത് കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു പോണേ. മതി. ഇളയവൻ അപ്പനോട് വഴക്കിട്ട് മത്സരിച്ച് ഇവൻ അവൻ്റെ പോർഷൻ പാർട്ട് മുഴുവൻ വാങ്ങിച്ച് ഇവൻ ദൂരദേശത്ത് പോയി അടിച്ച് തകർത്ത് തിമിർത്ത് മുഴുവൻ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നടന്ന് മുഴുവൻ തീർത്തു. അപ്പൊ പന്നി തിന്നുന്ന വാളവര അവന് ഭക്ഷണമായി. അവന് മടങ്ങി ഭവനത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ആഗ്രഹം, ഒരു വേലക്കാരനായിട്ടെങ്കിലും എൻ്റെ അപ്പൻ എന്നെ സ്വീകരിച്ചാൽ മതിയായിരിക്കുമെന്നും പറഞ്ഞ് ചെല്ലുകയാണ്. അവിടെയാണ് ഗ്രേറ്റർ ഗ്രേസ് അപ്പോൺ ഗ്രേസ്. നമ്മൾ പ്രോഡിഗൽ സൺ, മുടിയൻ പുത്രൻ എന്ന് പറയുന്നിടത്ത് നടക്കപ്പെടുന്നത്. അപ്പൻ ഇളയവൻ ദരിദ്രനെ പോലെ വരുന്നത് കണ്ട് ഓടിച്ചെന്ന്
അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഭവനത്തിൽ കൊണ്ടുവന്ന് അവനെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളെ ധരിപ്പിച്ച് അവനിങ്ങനെ സ്വപ്നലോകത്തെന്നതുപോലെ നിൽക്കുമ്പോൾ മോതിരമിണിയിച്ച് അവന് പറ്റുന്ന ഷൂസ് ഇടിയിച്ച് അവന് ഏറ്റവും നല്ല നിലയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് തടിച്ച കാളക്കുട്ടി ആറത്ത് വിഭവസമൃദ്ധമായ നിലകളിൽ വിരുന്നൊഴിക്കുന്ന നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി വലിയ കെങ്കേമമായ നിലയിലുള്ള ഒരു വലിയ സെലിബ്രേഷൻ പാർട്ടി നടത്തിയത് പ്രോഡിഗൽ സണ്ണിന് അർഹിക്കാത്ത ദാനമാണ് ലഭ്യമായത്. അപ്പൊ അർഹിക്കാത്ത ദാനം എന്ന് പറയുമ്പോൾ നെവർ എവർ തിങ്കോ തോട്ടോ ചെയ്യാത്ത കാര്യങ്ങൾ, ഒരിക്കൽ പോലും സ്വപ്നത്തിലോ വിചാരങ്ങളിലോ മനസ്സിലോ ആഗ്രഹിച്ചിട്ടോ ഇല്ലാത്ത, ഒരിക്കൽ പോലും പറയുവാൻ പോലും യോഗ്യതയില്ലാത്ത മേഖലകളിൽ സ്വർഗം നമ്മളെ ഇരുത്തുമ്പോൾ നമ്മൾ പറയണം, കർത്താവേ, ഒരിക്കലും അർഹിക്കാത്ത നിലകളിൽ, ഒരിക്കലും ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത നിലകളിൽ, ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത അവസ്ഥയിൽ, ചോദിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, സ്വപ്നം കണ്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല, എന്നിട്ടും ഈ അർഹതയില്ലാത്ത പദവിയിൽ എന്നെ കൊണ്ടുവന്ന് അങ്ങ് ഇരുത്തിയെങ്കിൽ പൗലോസ് പറയുകയാണ്, എന്റെ ഗുണസവിശേഷതകളല്ല എന്നെ വിശുദ്ധനെന്ന് വിളിച്ചു, അവൻ വേലക്കായി വേർതിരിച്ചു, വിശുദ്ധീകരിച്ചു, വിശ്വസ്തനാക്കി. ദൈവം വിശുദ്ധനായിട്ടോ വിശ്വസ്തനായിട്ടോ ഒന്നും അല്ല, അർഹിക്കാത്ത. അതാ പോളിന്റെ 14 ലേഖനങ്ങളിലും മുഴുവൻ മുഴച്ചു നിൽക്കുന്നത് കൃപയാ, മുഴുവൻ കൃപയാ. ഇന്ന് പകൽ പറയണം, കർത്താവേ, ഈ കൃപ എൻ്റെ മേൽ ഒന്ന് ഒഴുകണമേ. പറയണം, നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല, ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടില്ല, ഇന്ന് വരെ നനച്ചിട്ടില്ല. നമ്മൾ കേട്ടിട്ടില്ല ചില വർക്ക് പ്ലേസുകളിലൊക്കെ അങ്ങനെ ഒരു വേക്കൻസി ഒന്നും അവിടെ ഇല്ലായിരുന്നു. വേക്കൻസി എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു, അവിടെ നടക്കുകയാണ് കൃപ, അവിടെ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, യു ആർ സെലക്ടഡ്. യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ലഭ്യമാകുന്നത്, അർഹതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വെക്കുന്ന ഡോക്യുമെന്റ്സിനനുസരിച്ച് ലഭ്യമാകുന്നതിന് നമ്മൾ പറയുകയാണ്, ഐ ഹാവ് നോട്ട് ഡിസർവ് ഇറ്റ് എന്ന് പറയുന്ന മേഖലകളിൽ ഇറങ്ങുന്നതിന് മേഴ്സി എന്ന് പറയുമ്പോൾ ഒരു വിധത്തിലും എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. അതാണ് കൃപ. ഈ ബൈബിളില് പഴയ നിയമത്തിലാണ് ആദ്യം കൃപ കാണുന്നത്. 6-ാം അധ്യായത്തിൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഒരു പുതിയ വേർഡ് അവിടെ അങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണ്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയോടുള്ള ബന്ധത്തിൽ സമയപരിമിതി പോലെ ഞാൻ പറഞ്ഞു പോകാം. ജനം തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും ബോധിച്ചതുപോലെ നടക്കുന്നത് കാലം. ദൈവത്തിന് വിരോധമായി, ദൈവകോപത്തിനിരയായി, ദൈവത്തെ ഒരു വിധത്തിലും അംഗീകരിക്കാത്ത ജനം നിൽക്കുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയാണ്. എന്തിൻ്റെ കൃപയാണ് നോഹയ്ക്ക് ലഭ്യമായത്? എന്തിൻ്റെ കൃപയാ? ഏതിൻ്റെ മേലുള്ള കൃപയാ നോഹയ്ക്ക് ലഭ്യമായത്? ആൻസറുകൾ പറയാം ഞാൻ തന്നെ. ഒന്ന്, പെട്ടകം പണിയാനുള്ള കൃപ. നമ്മുടെ ആൻസറാ, കറക്റ്റാ. ദൈവത്തിൻ്റെ ന്യായവിധി പ്രളയമായിട്ട് ഭൂമിയിൽ വെള്ളമായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കൃപ. പെട്ടകം എന്തെന്ന് കണ്ടിട്ട് പോലുമില്ലാത്ത പെട്ടകത്തെ സങ്കല്പിച്ച് ദൈവം നൽകിയിരിക്കുന്ന രൂപകൽപ്പനയ്ക്കനുസരിച്ച് അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം സംഘടിപ്പിച്ച് പണിയാളുകളെ കൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തീർക്കണം. കൃപ. മൃഗങ്ങളോട് സംസാരിക്കുവാൻ, മൃഗത്തിൻ്റെ ഭാഷ പഠിക്കുവാൻ വേണ്ടി കൃപ. താൻ വിളിക്കുമ്പോൾ ഈ മൃഗമെല്ലാം ഭൂമിയുടെ ഏത് പരപ്പിലാണെങ്കിലും അതെല്ലാം ഈ പെട്ടകത്തിൻ്റെ വാതിലിലൂടെ കയറണം. അവിടെ വന്നിട്ട് ഞാനിപ്പം കയറാൻ പറ്റത്തില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല, എല്ലാം കയറണം.
ഇതിന് വേണ്ട എത്ര നാളത്തേനാണെന്ന് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അബ്രഹാം ഇറങ്ങിയതുപോലെ അങ്ങ് ഇറങ്ങുക. എത്ര നാളത്തേനാ ഇതിൻ്റെ ഫുഡ്, ക്ലോത്ത്, മറ്റേ മറിച്ചത് അതെല്ലാം ക്രമീകരിക്കുവാനുള്ള കൃപ. ന്യായവിധി വന്നു. പെട്ടകം വെള്ളത്തിൻ്റെ മുകളിലായി യാത്ര ചെയ്യുമ്പോൾ, കർത്താവേ ഞങ്ങളിൽ ആരും പെട്ടുപോകല്ല, ഫ്യൂണറൽ നടത്താൻ ഈ പെട്ടകം കൊള്ളത്തില്ല, അതുകൊണ്ട് അതാണ് അടുത്ത പ്രാർത്ഥന. എന്നാൽ നമ്മൾ ചിന്തിക്കാത്തൊരേറിയ അവിടെ കൃപയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. കൃപയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ചുമ്മാ ഈ ഭാഗം റെഫർ ചെയ്യുകയാണ് ഈ ഭാഗം. അപ്പം എന്നെ ഈ ന്യൂ ഇയർ ആകട്ടെ, ന്യൂ ഇയറിനോട് ബന്ധപ്പെട്ടാകട്ടെ, ഒത്തിരി ഓരോരോ വിഷയങ്ങളാൽ എനിക്ക് പല നിരാശകൾ വരാറുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കെല്ലാം നിരാശയില്ലാത്തവരാരുമില്ല. ഒന്നല്ല മറ്റൊരു ഏരിയകളിൽ നിരാശ വരാറുണ്ട്. അപ്പം അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിച്ചു, ഒരു പേഴ്സണൽ ഫാസ്റ്റിംഗ് ഒക്കെ ഇരിക്കാം എന്നൊക്കെ ചിന്തിച്ചു. ഇരുന്നിട്ടില്ല, ഇരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ കൃപയാണല്ലോ നമ്മുടെ തീം, കൃപമേൽ കൃപ. അപ്പം കൃപ ആദ്യം ലഭ്യമായ വ്യക്തിയാണല്ലോ നോഹയെ ഒന്ന് പഠിച്ചേക്കാം. രണ്ടാമത് കിട്ടിയ വ്യക്തിയുടെ പേര് പറയാമോ? ഉണ്ട്, പക്ഷെ ഇങ്ങനെ തന്നെ ബെസലേൽ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്. പക്ഷെ അതിനു മുമ്പ് മോശയ്ക്കും ഇവർക്കൊക്കെ ലഭ്യമായത് കൃപയാണ്. പക്ഷെ ഞാൻ അതിലോട്ട് പോകുന്നില്ല, ഇന്ന് നമുക്ക് സമയം പോലെ പിന്നെ ചിന്തിക്കാം അതും. അപ്പം ഈ നോഹയിൽ നിൽക്കുക. ഞാൻ ഈ പെട്ടകം പണിയാൻ ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വർഷങ്ങളെടുത്തു. 120 വർഷം നമുക്ക് വേണം, നമുക്ക് പറഞ്ഞേക്കാം. പെട്ടകം പണിതു. ന്യായവിധിയുടെ പ്രളയത്തിൽ നിന്ന് നോഹ രക്ഷപ്പെട്ടു, കുടുംബവും രക്ഷപ്പെട്ടു. എന്നാൽ അതിൽ നമ്മൾ ചിന്തിക്കാത്തൊരു ഏരിയ, അറിയാവുന്ന ഏരിയയാണ്, പക്ഷെ നമ്മൾ ഇങ്ങനെ അതിനെ ചിന്തിച്ചിട്ടില്ല. മറ്റൊരു ഏരിയ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായിരുന്നു നോഹയുടെ കൃപയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാനൊരു പാസ്റ്ററാണ്. എന്നെ സംബന്ധിച്ച് ഒരു വിശ്വാസി. സമയത്തിരക്കുണ്ടെങ്കിലും, എത്ര ധൃതി ഉണ്ടെങ്കിലും, ഉച്ച കഴിഞ്ഞ് മറ്റു സ്ഥലത്ത് സർവീസിന് പോകണമെന്നുണ്ടെങ്കിലും ഒക്കെ ഒരാൾ പാസ്റ്ററെ വീടെടുത്ത് പിടിച്ചോണം, പാസ്റ്ററെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ എങ്ങനെയാ സ്റ്റെഫി? ഒരു സന്തോഷമുണ്ടാകും അല്ലേ? ഒരു സന്തോഷമുണ്ടാകും. പാസ്റ്റർ ഈ വിഷയത്തിലൊന്ന് പ്രാർത്ഥിക്കണേ, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകാറുണ്ട്. ഫോൺ എടുക്കുകയോ ഇല്ല എന്നൊക്കെ ഉള്ളതല്ല, പക്ഷേ വാസ്തവത സന്തോഷം ഉണ്ടാകാറുണ്ട്. ഒരു വ്യക്തി നമ്മളൊന്ന് കരം വെച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ സഭയുടെ പ്രാർത്ഥനകളിലൂടെ, അല്ലെങ്കിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യത്തിൽ ഒന്ന് കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന് സൗഖ്യമാകുമ്പോൾ, വിടുതൽ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ സന്തോഷമാണ് ഓരോ ശുശ്രൂഷകരെയും നിലനിർത്തുന്നത്. ആണോ? നോഹ 120 വർഷം സത്യസുവിശേഷം ലജ്ജ കൂടാതെ പ്രസംഗിച്ചു. ഒരു ഉറുമ്പ് പോലും, ഒരു മൃഗം പോലും, കേട്ടവരിൽ ഒരു വ്യക്തി പോലും മടങ്ങി സന്ധ്യാസമയത്ത് നോഹ ഭവനത്തിലേക്ക് പോയപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. ഒരു ദിവസം പ്രസംഗിച്ചു, ഒരാഴ്ച പ്രസംഗിച്ചു, ഒരു മാസം പ്രസംഗിച്ചു, ഒരു വർഷം പ്രസംഗിച്ചിട്ടും ഒരു വ്യക്തി പോലും നോഹയുടെ അടുത്ത് വന്നില്ല. ഈ വിഷയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണമേ. നോഹയ്ക്ക് വ്യക്തമായ ധാരണയുമുണ്ട്. ദൈവം എന്നോട് പറഞ്ഞതാ ഇവരോട് സുവിശേഷം പറയാൻ. നോഹയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. പെട്ടകം പണിയെക്കുറിച്ചും, മഴയെക്കുറിച്ചും, ന്യായവിധിയെക്കുറിച്ചും, പ്രളയത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. നിങ്ങൾ ചിന്തിക്കുകയും, ഞാൻ ചില സമയങ്ങളിലൊക്കെ പ്രവചിച്ചു പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഉറപ്പിൽ. അതിൻ്റെ സാഹചര്യങ്ങളെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അല്പസമയമൊക്കെ എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത്ര കോൺഫിഡൻ്റ് ആയിട്ട് കർത്താവ് ഇടപെട്ട വിഷയമായതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ജോസജാനെ വിളിച്ചൊരു പ്രാർത്ഥിക്കണമെങ്കിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ അച്ഛൻ്റെ പേരെന്നൊക്കെ ചോദിക്കുന്നതെന്നറിയോ? നമ്മൾ സ്റ്റൈൽ ഇറക്കുന്നതല്ല, കോൺഫിഡൻറ്റിൻ്റെ മേൽ കോൺഫിഡൻറ്റാ.
ഇത് എന്നോട് ദൈവം പറഞ്ഞ വിഷയമാണ്. ഇത് നടപ്പിലാക്കേണ്ടത് പിന്നെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ നോഹയോട് പറഞ്ഞു, നീ പ്രസംഗിച്ചോ. അപ്പം നോഹ പ്രസംഗിക്കുന്നു. ഒരു വ്യക്തി പോലും മാനസാന്തരപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, കളിയാക്ക്, നിന്ന, ഒറ്റപ്പെടൽ വന്നപ്പോൾ നോഹ തളരാതെ നിന്നു. ഇന്നെന്നെ കേൾക്കുന്ന ഏതെങ്കിലും ദൈവമക്കളുണ്ടെങ്കിൽ ഇവിടെ പറയണം, നിരാശയുടെ പടുകുഴിയിലേക്ക് പോകേണ്ട നോഹ, നിരാശയിൽ മുങ്ങിത്താന്ന് പോകേണ്ട നോഹ, ഡിപ്രഷനായാലും ആൻസൈറ്റിയാലും തകർന്നു പോകേണ്ട നോഹയ്ക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് 1 വർഷമല്ല 120 വർഷം ഒരു ശക്തിക്കും കുറവില്ലാതെ കേട്ട ദൈവവചനത്തിൻ്റെ ശക്തിയിലും അതിൻ്റെ ആധികാരികതയിലും മുറുകെ പിടിച്ചും കൊണ്ട് നിരാശയുടെ പടുകുഴിയിൽ പോകുവാൻ ഇടവായില്ലെന്ന് മാത്രമല്ല, നിരാശ തന്നെ നോക്കുവാൻ പോലും ഇട നൽകാതെ താൻ ജയിച്ചും കൊണ്ടിരുന്നു. എന്നെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, പൗലൂസിനെ കുറിച്ച് പൗലൂസ് പറയുകയാണെങ്കിൽ, പൗലൂസ് പറയും, ഞാൻ 3 പ്രാവശ്യമായി ചോദിച്ചത്. 120 വർഷം പ്രസംഗിച്ചിട്ട് ഒരു വ്യക്തി പോലും മാനസാന്തരപ്പെടാതിരുന്നു എന്ന് മാത്രമല്ല, ഒരു വ്യക്തി പോലും തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന നിലയിൽ ഒരു വാക്കുപോലും പറയാതിരുന്നിട്ടും അവൻ നിരാശപ്പെട്ടില്ല. നോഹയുടെ ക്വാളിറ്റികളിലെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പ്രതികൂലം മുഴുവൻ ജന്തുക്കളും മുഴുവൻ മനുഷ്യകുലവും തനിക്കെതിരായി നിന്നപ്പോഴും താൻ നിരാശനാകാതെ നിന്നത് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച കൃപയാ. അങ്ങനെയാണെങ്കിൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരേണ്ടത് നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ പിശാച് ശ്രമിക്കുന്ന മേഖലകളെ നോഹ അതിജീവിച്ചതുപോലെ ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കൾ പറയണം, സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ഒറ്റയ്ക്കിരുന്ന് കരയാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് കേട്ട ദൈവവചനത്തിന്റെ ശക്തിയാൽ നിരാശ എന്നെ പിന്തുടരാൻ, നിരാശ എന്നെ അനുഗമിപ്പാൻ, നിരാശ എന്നെ ദൃഷ്ടിവെപ്പാൻ ഞാൻ അനുവദിക്കത്തില്ല. നിരാശ വരാതെ 120 വർഷം ഒരു ദൈവപുരുഷൻ ഒരു വ്യക്തിയെപ്പോലും നേടുവാൻ കഴിയാതെ തൻ്റെ കുടുംബത്തെ ഒഴിച്ച് താൻ പ്രസംഗിച്ചെങ്കിൽ അതാണ് നോഹയുടെ മേൽ പകർന്ന കൃപയുടെ 1-ാം സത്യം. ബെസലേലിനെ കുറിച്ച് അടുത്ത ആഴ്ച പറയാം. ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിൻ്റെ ശക്തിക്കായി, വചനത്തിൻ്റെ ഉറപ്പിനായി, വചനത്തിലൂടെ പകർന്ന ധൈര്യത്തിനായി, വചനത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സുബോധത്തിനായി, വചനത്തിലൂടെ ഞങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ പകർന്നിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഈ വചനത്തിൻ്റെ ശക്തി കൃപമേൽ കൃപയായി പെരുകട്ടെ. ഈ ജനത്തെ അടിയൻ അനുഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് വേഗത്തിൽ ആശീർവാദം പറയാം. ബർത്ത്ഡേ ഉള്ളവർ, വെഡിങ് ആനിവേഴ്സറി ഉള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. ആ സമയത്ത് കുഞ്ഞുങ്ങൾ വേഗത്തിൽ മുമ്പോട്ട് വരാമോ? നമ്മുടെ സാറാ സിസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങൾ വന്നാട്ടെ. വീട്ടിലേക്ക് ഡിസ്ചാർജായി വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഹൗസ് വിസിറ്റ് ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ ആ ഡീറ്റെയിൽസൊക്കെ തരാം. അതനുസരിച്ച് മാത്രങ്ങളെ നിങ്ങൾ ചെയ്യാവുള്ളൂ എന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു.